ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ കോഴിപ്പിടി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ കോഴിയെ പിടിക്കുക എന്നുള്ളതല്ല ചിന്തിക്കേണ്ടേ. എൻ്റെ കൊച്ചുനാളിലൊക്കെ ഞാനിത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് ഒരു തിരുവിതാംകൂർ ഭാഗത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ ഈ കോഴി കറി പ്രത്യേകവും വെക്കണം. ഈ പിടി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോഴിക്കട്ട അത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കുക. ചില സൈഡിലുണ്ടല്ലോ ഈ കോഴിക്കറി വെക്കുമ്പോഴത്തേക്ക് കടുക് ഇടുകയില്ല, ചിലർ ഇടാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് ഇച്ചിരി കടുക് ഇട്ടിട്ട് തുടങ്ങാം. എണ്ണയൊക്കെ നമ്മുടെ ആരോഗ്യവും ആവശ്യാനുസരണം ഒഴിക്കുക. എണ്ണ കൂടുന്തോറും സ്വാദ് വരുന്നാ പറയുന്നത്, പക്ഷെ ആരോഗ്യം പോവും. അതുകൊണ്ട് അത് വേണ്ട. കടുക് എണ്ണ ചൂടായിട്ടേ കടുക് ഇടാവുള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് ചില സമയമൊക്കെ ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ കടുക് ഇട്ടിട്ട് പിന്നെ എണ്ണ ഒഴിക്കലുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യം എണ്ണ ചൂടായി, ഞാൻ ഇച്ചിരി കടുക് ഇടാൻ പോവാ. കുറച്ച് മതി. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ സവാള ആണെങ്കിൽ അവരവരുടെ ഇഷ്ടം. കാരണം എന്നാണെന്നറിയോ, ചെറിയ ഉള്ളി പൊളിച്ച് അരിഞ്ഞൊക്കെ വരെ ഇച്ചിരി നേരം എടുക്കും. അതുകൊണ്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അമ്മയുടെ കൊടുക്കും ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ച് തരാൻ. അതല്ലാന്നുണ്ടെങ്കിൽ സവാള എടുത്താലും മതി. പിന്നെ ടൊമാറ്റോ വേണം, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ കാര്യം. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് മുളക് പൊടി കുറച്ച് കുറവാണ് ഉപയോഗിക്കുക. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഈ കറിക്ക് നമുക്ക് ആവശ്യം. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. പിന്നെ 1-ാം പാലും 2-ാം പാലും വെച്ചാൽ ഇറച്ചി വേവാനുള്ള വെള്ളം എടുത്താൽ മതി. ഇപ്പം ചെറുതായിട്ട് കടുക് പൊട്ടി തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഉള്ളിയിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇറച്ചിക്കറി വെക്കാൻ. പിന്നെ ക്ഷമയുടെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് സ്ഥിതിക്ക് സവാളയും എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ചെറിയ ഉള്ളി ഉപയോഗിച്ച് ഇറച്ചിക്കറി വെക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അത് ആരാന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഐ റെസ്പെക്റ്റ് എ ലോട്ട്. അദ്ദേഹത്തിനൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറയത്തില്ല അതാരാ വരുന്നതെന്ന്. നമുക്ക് പറയാം, പതുക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരമല്ലേ ഉണ്ടാക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇനി ഇത് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ കോഴിപ്പിടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഉള്ളി കുറച്ചൊന്ന് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ കുറച്ചൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടുന്നത് വേറൊരു കാര്യമുണ്ട്, എരിവ് അനുസരിച്ച് ഇടാവുള്ളൂ. ചില പച്ചമുളക് നല്ല എരിവാണ്, ചിലത് എരിവ് കാണത്തില്ല. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എരിവില്ല, ഉണ്ടോ? കാണും. മിക്കവാറും അതിൻ്റെ ഇത് കണ്ടിട്ട് നല്ല എരിവുണ്ടെന്നാണ് തോന്നുന്നത്. സോ അത് ഞാൻ ഒത്തിരി ഇടുന്നില്ല. കാരണം നമ്മൾ 500 grams ഓഫ് ചിക്കൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇത് ഇച്ചിരി ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതെന്നാന്നറിയോ, ചിലർക്ക് ഇങ്ങനെ പേസ്റ്റ് ആക്കണ്ട, ചിലരാണെങ്കിലോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒക്കെ ഇങ്ങനെ അരിഞ്ഞിടും. ഏതായാലും നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഇതൊരു 2 സ്പൂൺ to 2.5 സ്പൂൺസ് അത്രയും മതി. ഈ കറിവേപ്പില ഇടാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഇപ്പോൾ ഇട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇട്ടാലും മതി. ഉള്ളിയും നമ്മളിട്ട ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വഴറ്റണം. ശരിക്കും നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെച്ച് തരുന്നതിൻ്റെ ആ രുചി കാണത്തില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതൊരമ്മ നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നാലും അതിൻ്റെ രുചി ഒരു പ്രത്യേകം തന്നെ. ഇപ്പോൾ ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിട്ട് തക്കാളി ഇടാം. ശരിക്കും പറഞ്ഞാൽ വീട്ടിലാണെങ്കിലും ഇല്ലേ, ഏട്ടനും മക്കൾക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നിട്ട് പരീക്ഷണം ചെയ്യുന്ന മുഴുവൻ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഏട്ടൻ നല്ലതാണോ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. നല്ലതാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ചീത്തയാണെങ്കിൽ അവിടെ കളയും.
ഇപ്പോൾ ഏകദേശം ടൊമാറ്റോ നല്ല സ്മാഷ് ആയിട്ടുണ്ട്. ഏകദേശം നോട്ട് അപ് ടു ദ മാർക്ക്, പക്ഷെ എന്നാലും ഇച്ചിരി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പൊടിയിടാം. പൊടി ഇടുമ്പം ആദ്യം മഞ്ഞൾപ്പൊടി കുറച്ച്, അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി വേണം. ഒന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല, ഒരു ഫുൾ സ്പൂൺ നിറച്ച്, ഒരു ഫുൾ സ്പൂൺ അല്ല, സോറി 2 സ്പൂൺ നിറച്ച്. ഈ നമ്മളിട്ട പൊടിക്കൊക്കെ ഈ പച്ചമണം മാറണം. കുറച്ച് ഗരം മസാല, ഏകദേശം മൂത്ത് കഴിഞ്ഞേ അന്നേരം ഉണ്ടല്ലോ ഞാൻ ഇച്ചിരി കുറച്ച് 2ാം പാൽ ഒഴിക്കുക. കുറച്ചേ ഒഴിക്കുള്ളൂ. അതെന്നാന്നോ, നമ്മുടെ ഈ ഒരു ചേർത്ത അരപ്പിന് ഒന്ന് ഈ 2ാം പാൽ ചേർക്കുന്ന സമയത്ത് ചിലർ എണ്ണ ചേർക്കാറുണ്ട്. നമ്മൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് വെച്ചോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് അതിനെ ഒന്ന് മിക്സപ്പ് ചെയ്യുക. ഇപ്പം നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഞാൻ പിന്നെയും കറിവേപ്പില ഇടാൻ പോവാ. എന്നാ പറയുക, ഈ മൂത്ത് വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ഒരു മണവും കൂടെ വരുമ്പോൾ നല്ല നല്ല മണം. ഇനി 2ാം പാൽ ഒഴിക്കണേ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. എന്നാന്നോ, നമ്മൾ ഈ ചിക്കനകത്ത് തന്നെ വെള്ളം ഊറും. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കനകത്തിൽ നിന്ന് തന്നെ വെള്ളം നല്ലോണം വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ചില സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്ന കൂട്ട് ഞാൻ ചെയ്യുന്ന. പക്ഷേ ചിലയിടത്തൊക്കെ പറയാറുണ്ട് ചിക്കൻ ഇങ്ങനെ എന്നാ മസാലയിലും മഞ്ഞപ്പൊടിയും എല്ലാമൊക്കെയോ മഞ്ഞപ്പൊടി, മുളക് പൊടി, നമ്മുടെ ഇട്ട പൊടികളെല്ലാം പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പം ഞാൻ എൻ്റെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്ന കൂട്ട് ചെയ്യുവാണേ. ഓരോരുത്തർക്കും ഓരോ രീതി, അത്രയേ ഉള്ളൂ. ചിലരാണെങ്കിൽ ചിക്കൻ കറി ഈ തേങ്ങാപ്പാലല്ല, തനി നാടൻ ചിക്കൻ കറി വെച്ചേച്ച് ഈ പീസസ് മൊത്തം മാറ്റിയിട്ട് അതിനകത്ത് ആ ഗ്രേവിയിൽ ഈ കോഴിക്കട്ട ഉണ്ടാക്കിയിട്ട് വേവിക്കുന്ന ഭയങ്കര ടേസ്റ്റാണെന്ന് കേട്ടു. നമ്മൾ ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഓരോരുത്തരുടെ ഓരോ പരീക്ഷണങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എമംഗ് ദ ബെസ്റ്റ് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ശരിക്കും അമ്മച്ചിമാർ പറഞ്ഞു തന്ന കൂട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വെന്താലേ ഇനി അടുത്ത ജോലി ചെയ്യാൻ പറ്റും. ഇനി ഇറച്ചിക്കറി വേഗം കുറച്ച് സമയം എടുക്കും. ഇപ്പം നമ്മൾ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ കോഴിപ്പിടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പിടി ഉണ്ടാക്കിയതിന് ശേഷം വേണം ചിക്കൻ കറി വെക്കാൻ. കാര്യം എന്ന് വെച്ചാൽ പിടി ഫുൾ ഉണ്ടാക്കാനല്ല, ഈ വെള്ളം ഒഴിച്ച് മാവ് കുഴച്ച് പിടി ഉണ്ടാക്കിയതിന് ശേഷം വേണം ചിക്കൻ കറി ഉണ്ടാക്കുക. കാരണം മാവ് കുഴയ്ക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ വേണം മാവ് കുഴയ്ക്കാൻ. അപ്പോൾ ആറാനുള്ളൊരു സമയം കൊണ്ട് വേണം കോഴിക്കറി വെക്കാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പം ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കുവാണേ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അത് ഈ പാത്രം എടുത്തിട്ട് വറുത്ത അരിപ്പൊടി ആയിരിക്കണേ. നമ്മൾ എടുക്കുന്നത് ഒരു ബൗൾ ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ക്വാണ്ടിറ്റി ആണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം വേണം. ഇപ്പം ഞാൻ 2 സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 3 സ്പൂൺ അതിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിനുള്ള ഉപ്പിടണം. നേരത്തെ ഞാൻ ചിക്കൻ കറിയിൽ ഉപ്പിട്ടില്ലല്ലോ എന്നെല്ലാവരും വിചാരിക്കും. പക്ഷെ തെറ്റിദ്ധരിക്കണ്ട. എന്നാന്ന് പറയുമോ, അമ്മച്ചിമാരൊക്കെ പറയുന്നത് ചിക്കനകത്ത് നമ്മൾ കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഉപ്പിടുന്നതാണ് നല്ലതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കല്ലിച്ചു പോകുമെന്നൊക്കെ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത, മനഃപൂർവ്വമല്ല. എന്നാൽ പിടിയിൽ അങ്ങനെയല്ല, നേരത്തെ ഉപ്പിട്ടില്ലെങ്കിൽ ഉപ്പ് കാണുകയില്ല. ഇച്ചിരി ഞാൻ 3 സ്പൂണല്ലേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഈ അരിപ്പൊടിക്കകത്ത് ചിലർ പെരിഞ്ജീരകം ചേർക്കാറുണ്ട്, ചിലർ ജീരകം ചേർക്കാറുണ്ട്, ചിലർ തേങ്ങ ചിരണ്ടിയത് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർക്കാറുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് കോക്കനട്ടും സാദാ ജീരകവും അത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇച്ചിരി വീതം ഇടാം.
ഒരു പിഞ്ച് മതി ജീരകം, കാരണം 3 സ്പൂണല്ലേ നമ്മൾ മാവ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു പിഞ്ച് മതി. ഇച്ചിരി തേങ്ങ. ഈ തേങ്ങ ഉണ്ടല്ലോ, ഈ തിളച്ച വെള്ളത്തിനകത്തിട്ടൊക്കെ മാവ് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ തേങ്ങ നമ്മൾ ആ പിടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദ. എന്നാന്നോ, ഈ കുമ്പിളപ്പമൊക്കെ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇഷ്ടം പോലെ തേങ്ങ ഇടും. കാര്യം വേറെ ഒന്നുമല്ല, വെന്ത തേങ്ങ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ദാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം. കുറേശ്ശേ ഒഴിക്കാവുള്ളൂ. ഇച്ചിരി വെള്ളം കൂടുതൽ വെക്കണേ. അതെന്നാന്നറിയാമോ, നമുക്ക് സമയം ലാഭിക്കാനാ. എന്നാ സമയം ലാഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പിടി ഉണ്ടാക്കി വെച്ച് ഈ വെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിലാണ് ഇടണ്ടേ, അല്ലെങ്കിൽ ഈ പിടി അങ്ങ് പിരിഞ്ഞു പോവും, ബോളായിട്ട് കിട്ടുകയില്ല. ഈ വെള്ളം കുഴയ്ക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. മാവിനകത്ത് വെള്ളം കൂടിപ്പോയാൽ പിന്നെയും മാവിടണം, പിന്നെയും വെള്ളം ഒഴിക്കും, അവസാനം ഒരു പരിവാവും. അതിലും ഭേദം നമ്മൾ നോക്കി ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ആദ്യമൊക്കെ ഞാനിത് ഉണ്ടാക്കിയപ്പം ഈ പറഞ്ഞ കൂട്ടായിരുന്നു കേട്ടോ, വെള്ളം ഒഴിക്കും, മാവിടും, പിന്നെയും തേങ്ങ ഇടും, ആ ഒരു അവസ്ഥയായിരുന്നു. ഇത് ആറുന്ന നേരവേ നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. അപ്പം നമ്മൾ മറന്നുപോയ കാര്യം എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അല്ല, ഞാൻ ഇപ്പോൾ ഇച്ചിരി ഉപ്പിടാൻ പോവുകയാണേ. ഞാൻ വീട്ടിലും പാചകം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഉപ്പ് എപ്പോഴും ഇച്ചിരി കുറച്ചേ ഇടത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ കൂടിപ്പോയാൽ പേടിയാ, കുറഞ്ഞാൽ നമുക്ക് ഇടാലോ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ടുള്ളൂ. ഇപ്പുറത്ത് നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്, ബാക്കി വെള്ളവേ. ഞാൻ നല്ലോണം ചെറിയ സിമ്മിലായിട്ടേക്കുന്നേ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടാറണം, ആറിയാലേ നമുക്കത് ഉണ്ട പിടിക്കാനൊക്കത്തുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റ് വരേണ്ട സമയമായി. ഇനിയിപ്പം എന്നാണോ എന്തോ അറിയാൻ മേല, നോക്കാം. നമുക്ക് സമയം വേണമല്ലോ, ഇതുണ്ടാക്കി തീർന്നാലല്ലേ നമുക്കൊരു സമാധാനത്തെ അവരോട് വർത്താനം പറയാനൊക്കത്തുള്ളൂ, വിശേഷങ്ങളൊക്കെ ചോദിക്കണം. എന്നെപ്പോലെ നിങ്ങൾക്കുമൊക്കെ അവരുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് കൈയൊന്നും ഇടുവാണ്, എൻ്റെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുമുണ്ട്. എന്നാലും കുഴച്ച ഭാഗം വെച്ച് മാത്രം ഞാൻ ഉണ്ട പിടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിന്നർ എഫക്റ്റ് വരും ഈ കോഴിപ്പിടി എന്ന് പറയുന്ന കറിക്ക്. എന്നാന്നോ, ഇതിനകത്ത് നമ്മൾ ഇടിയപ്പവും ഇറച്ചിക്കറിയും തിന്നുന്ന കൂട്ട് ഇതൊരു വേറെ ഒരു ഐറ്റമായിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു ഡിന്നർ എഫക്റ്റ് തന്നെ വരും. ഈ ബോളിന് നല്ല ഷേപ്പില്ല. എന്നാന്ന് പറയാം, എൻ്റെ കൈ പൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അത്ര ഷേപ്പില്ലാതെ ബോളാക്കിയത്. ബോളിൻ്റെ ഷേപ്പും വലിപ്പവും ഒക്കെ എന്നാന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന പോലെ. ഈ ശരിക്കും നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നാൽ കുഞ്ഞിഡലി സാമ്പാറിനകത്തോട്ടൊക്കെ കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ കൂട്ടുവാണ് ഇത് തന്നെയാണ്. ഏറ്റവും കുഞ്ഞു ബോളാക്കിയാൽ അത്രയും നല്ലത്. ഇപ്പം ഏകദേശം നമ്മളെല്ലാ പിടിയും ഉണ്ടാക്കി കഴിഞ്ഞേ. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചു എന്ന് പറഞ്ഞില്ലേ, മാവ് കുഴയ്ക്കാൻ വേണ്ടി. അപ്പോൾ ബാക്കി വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമേ ഈ പിടി നമ്മൾ ഇടാൻ പാടുള്ളൂ. പിന്നെ ഉപ്പ് ഇതിന് തിളച്ച വെള്ളത്തിൽ ഇടല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് മാവ് കുഴച്ചേക്കുന്നത്. അപ്പം നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ ഈ പിടി ഇടണേ. കുറച്ചൊന്ന് വേവാൻ നമ്മൾ വിട്ടു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പിടി എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കുമല്ല, നമ്മൾ ശരിക്കും അത് ഈ പിടി ഊറ്റിയെടുക്കണം വെന്ത് കഴിയുമ്പോഴത്തേക്ക്. ഈ സമയം കൊണ്ട് നമ്മൾ വെച്ച ചിക്കൻ കറി എന്തായി എന്നൊന്ന് നമുക്ക് നോക്കണം. കാരണം ഗസ്റ്റ് വരാൻ സമയമായി. ചിക്കൻ ഇപ്പോൾ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പിട്ടു, അതിനുശേഷം ഉപ്പ് ചിക്കനിൽ പിടിച്ച് കാണും. ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തലപ്പാൽ ഒഴിക്കുന്നേ, അത് ഫുള്ളും
ഈ തലപ്പാലും രണ്ടാം പാലും ഒഴിക്കുന്ന എണ്ണ അളവാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി എത്രയാ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിന് വേണം ഈ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനേ. ഈ ഇറച്ചിക്കറിക്ക് ഇനി വലിയ പണിയൊന്നുമില്ല. ഈ തലപ്പാൽ ചേർക്കുക. ഈ രണ്ടാം പാൽ ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചിലയിടത്തൊക്കെ ഈ പിടി വെള്ളത്തിൽ വേവിക്കാതെ ഈ ചിക്കൻ കറിയിലിട്ട് തന്നെ വേവിക്കും. അതിന് കുറച്ചുകൂടെ സ്വാദാന്നാണ് പറയുന്നത്. പക്ഷെ അമ്മച്ചിമാരൊക്കെ പറഞ്ഞേക്കുന്ന ഈ പ്രത്യേകം ചെയ്യുന്ന നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പ്രത്യേകമാണ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഒന്നാം പാൽ ഒഴിച്ച് അതിനൊന്ന് തിളയ്ക്കാൻ വിടണേ. ഈ തിളയ്ക്കുന്ന സമയം കൊണ്ട് ശരിക്കും ഞാൻ ഈ കറിവേപ്പിലയുടെ ഒരു വീക്ക് പോയിൻ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പില ഇട്ട് മല്ലിയില ചിലയിടത്തിടത്തില്ല, എന്നാലും നമ്മുടെ ഗസ്റ്റ് വരുന്നതല്ലേ, നല്ല ഫ്ലേവറും ഒക്കെ ഉണ്ടാവട്ടെ. ഇനി ഇതെല്ലാം പോട്ടെ. ചിക്കൻ കറി തിളച്ചു. ഇനി എന്നാന്നറിയാം, നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ ഇതിനൊരു പ്രസൻറ്റേഷനുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കാനൊക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് നല്ലൊരു പ്രസൻറ്റേഷൻ വേണം. മാത്രമല്ല ഞാനിവിടെ എല്ലാം കുക്ക് ചെയ്ത് ഒരുമാതിരി കുളമാക്കി ഇട്ടേക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണ്ടേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, മിക്ക സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ പറയുക, എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കാനും അരിയാനും വയ്ക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകാൻ മാത്രം ഇഷ്ടമല്ല, ഞാൻ ഉൾപ്പെടെ. അതുകൊണ്ട് പക്ഷേ എനിക്ക് അവർ വരുന്നതിന് മുമ്പ് ഒന്ന് പ്രസൻറ്റ് ചെയ്യണം, നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എനിക്ക് വെക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലതായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഒന്ന് സെർവ് ചെയ്യണ്ടേ. അതിന് ഞാൻ 2 ബൗള് വെച്ചിട്ടുണ്ട്. ഭയങ്കര പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ബൗളിലേക്ക് ആദ്യം നമുക്ക് ഈ പിടി വയ്ക്കാം. പിടിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കല്ല വേണ്ടേ, ഇത് ഊറ്റി വെച്ച് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം മാറിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പം ഞാൻ ഇങ്ങനത്തെ തവിയിൽ എടുക്കുന്നതുകൊണ്ട് അധികം വെള്ളം ഇല്ല. അപ്പം ഞാൻ വെക്കുക. ആദ്യം പിടിയാണേ, പിന്നെ അതിൻ്റെ മേലോട്ട് ഇച്ചിരി ചിക്കൻ കറി. ഇച്ചിരി ഗ്രേവിയോടുകൂടെ തന്നെ ആ ബൗളിലേക്ക് ഒഴിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പിലയോ മല്ലിയിലയോ എണ്ണയിലോട്ടൊക്കെ ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം.